ഹായ്, ഈ പോകുന്നത് മാതൃമല ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്കാണ്. കൂരപ്പട പഞ്ചായത്തിലെ മലമുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണിത്. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ പോകുന്ന വഴിയൊക്കെ അങ്ങനെ വണ്ടിയൊന്നും പോകാനായിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് നിന്ന് ഇപ്പോൾ നല്ല സുരക്ഷിതമായിട്ട് നല്ല റോഡ് സൗകര്യമുള്ള ഒരു ഒരു വഴിയാണ് ഇപ്പം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല രസമാണ് ആ പോകുന്ന വഴിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ അമ്പലത്തിൽ പാർക്കിംഗ് സൗകര്യം വരെ ഉള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. എത്ര വണ്ടി വന്നാലും ഇടാൻ പറ്റുന്ന രീതിയിൽ പാർക്കിംഗ് സൗകര്യമൊക്കെയുള്ള നല്ല ഒരു വിശാലമായിട്ടുള്ള ഒരു അമ്പലമാക്കി ഇപ്പം മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ അമ്പലത്തിനെ പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞുതരാം. ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ കാണപ്പെടുന്ന അമ്പലങ്ങളില്ലേ, അതുപോലെയാണ് അതിൻ്റെ നിർമ്മാണ രീതിയൊക്കെ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ അതിരാവിലെ പോയാലും സന്ധ്യാസമയത്ത് പോയാലും നല്ല വ്യത്യസ്തമായ ഒരു വൈബാണ് നമുക്ക് അവിടെ തരുന്നത്. അതായത് ആളും തിരക്കും ഒന്നും അത്ര കൂടുതലൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സമാധാനവും ഒക്കെ ഉണ്ടാവുന്ന ഒരു കാമാണ് ആ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, തിരക്കൊട്ടുമില്ല. നമ്മൾ മാത്രമാണ് എന്ന് വേണേൽ പറയാം. ആ ഒരു രീതിയിലാണ് അമ്പലം പോകുന്നത്. നമുക്ക് എത്ര നേരം വേണേലും അവിടെ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇവിടെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയെന്ന് പറയുന്നത് കോട്ടയം ടൗണ് ഫുള്ള് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ആലപ്പുഴ ലൈറ്റ് ഹൗസ് എല്ലാം കാണാൻ പറ്റും. പക്ഷെ ഇത് കാണാനായിട്ട് കുറച്ചും കൂടെ നല്ലത് സന്ധ്യാസമയത്ത് കാണുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്കിഷ്ടം സന്ധ്യാസമയത്ത് പോകാനാണ്. നല്ല കാഴ്ചയാണ്. അപ്പോൾ കുറച്ചുകൂടെ ആധികാരികമായിട്ട് ഈ ക്ഷേത്രത്തിനെ പറ്റി സംസാരിക്കാനാണെങ്കിൽ 60 വർഷത്തിലേറെ പഴക്കമുള്ളൊരു അമ്പലമാണിത്. ദക്ഷിണ കുടജാദ്രി എന്നുള്ള പേര് ലഭിച്ചിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. കോലത്തോട് കുടുംബക്കാരുടെ കുടുംബക്ഷേത്രമായിരുന്ന ഈ അമ്പലം നിത്യാരാധന പൂജയുള്ള ദേവിക്ക് പ്രിയപ്പെട്ട നാരങ്ങാവിളക്ക് വരെ വഴിപാട് കഴിപ്പിക്കുന്ന ഒരു ക്ഷേത്രമായിട്ട് ഇപ്പം മാറിയേക്കാണ്. വന്ന് അറിഞ്ഞ് കണ്ട് നമ്മുടെ ആ ഒരു ഫീൽ അനുഭവിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.